നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജനുവരി 14, 15 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജനുവരി 13 വൈകിട്ട് 5:21 PM മുതൽ ജനുവരി 16 രാവിലെ 5:47 AM വരെ ഉള്ള കാലയളവിലാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ ഈ ജ്യോതിഷ ഒക്കെ പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ദക്ഷിണ ദയവേത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നൽകുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, അതും ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് അതിനിടയ്ക്ക് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ. എൻ്റെ വാട്സാപ്പ് നമ്പർ ദയവേത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഈ ദിവസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട രാശിമാറ്റം വരുന്നുണ്ട്. ശുക്രൻ 13-ാം തീയതി രാവിലെ 3:59 AM മകരം രാശിയിൽ വരുന്നു. സൂര്യൻ 14-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:08 PM മകരം രാശിയിൽ വരുന്നു. പിന്നെ ചന്ദ്രൻ വൃശ്ചികരാശിയിൽ നീചനായിട്ട് മാറുന്നു. അപ്പോൾ ഈ ചന്ദ്രൻ നീചമാവുമ്പോൾ പ്രധാനമായിട്ടും മനസ്സ്, മാതാവ്, ഗൃഹം, വീട്, അപ്പോൾ ഈ 3 മേഖലകളിൽ നെഗറ്റീവായിട്ടുള്ള ഇഫക്റ്റ് എല്ലാ രാശിക്കാരെയും ബാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ വീടുമായിട്ട് പുതിയൊരു വീട് വാങ്ങിക്കുകയോ അതുപോലെ തന്നെ പുതിയ വീടിന് പ്രവർത്തനം തുടങ്ങുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ലോണിന് അപേക്ഷിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷം സമ്മിശ്രമാണ്. ഇവിടെ സൂര്യൻ അനുകൂലമായിട്ടാണ് മാറിയേക്കുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ മകരമാസം മുഴുവൻ ഇവർക്ക്, മേടം രാശിക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. 10-ാം ഭാവത്തിൽ, കർമ്മഭാവത്തിലാണ് വന്നേക്കുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള വിജയം ഈ മകരമാസം മുഴുക്കെ ഉണ്ടാവും ഇവർക്ക്. അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം, ഇവയൊക്കെ അനുഭവത്തിൽ വരും. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. എങ്കിലും ഇവിടെ ചന്ദ്രൻ നീചനായിട്ട് 12-ാം ഭാവത്തിൽ, അഷ്ടമത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച ശിവന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണെങ്കിലും ചൊവ്വ പ്രതികൂലമായിട്ട് തുടരുകയാണ്. അഷ്ടമത്തിൽ ചൊവ്വ. അപ്പോൾ വാഹനം സൂക്ഷിച്ച് ഓടിക്കുക, തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക, അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും യന്ത്ര സാമഗ്രികളും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ഉയരങ്ങളിൽ കൂടി നടക്കുമ്പോൾ വീഴ്ച പറ്റാതെ സൂക്ഷിക്കുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. അതുപോലെ തന്നെ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഈ ചൊവ്വയുടെ പ്രതികൂലാവസ്ഥ ഒഴിവാക്കിയാൽ
ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും, ഭൗതിക സുഖങ്ങളുണ്ടാവും, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഒരു വിജയസാധ്യത, അതായത് സർവകാര്യ വിജയം, അതായത് ശനിയുമായിട്ട് ബന്ധപ്പെട്ട് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അതുപോലെ തന്നെ സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇടവൻ രാശിക്ക് ചൊവ്വ ഒഴിച്ച് ബാക്കി 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവും 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിട്ടാണ് ഫലം തരുന്നത്. അപ്പോൾ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസമാണെന്ന് ഞങ്ങൾ പറയുന്നു. എങ്കിലും ചൊവ്വയുടെ കാര്യം ശ്രദ്ധിച്ചോളും. പക്ഷേ ചൊവ്വ 16-ാം തീയതി രാവിലെ 4:30 AM ഇവർക്ക് പ്രതികൂലാവസ്ഥയിൽ നിന്നും മാറുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വാഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യം 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവിടെ ചൊവ്വ, സൂര്യൻ ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. 7ാം ഭാവത്തിൽ ചൊവ്വ വന്നു. അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക മാത്രമല്ല, ജീവിത പങ്കാളിയുമായിട്ട് ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സംഭവം നടക്കാൻ ഇടയുണ്ട്. കഴിവതും അത് വിവേകപൂർവ്വം പരിഹരിക്കുക. പിന്നെ സൂര്യൻ അഷ്ടമത്തിൽ വന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, കരുതിയിരിക്കുക. ശനി നേരത്തെ തന്നെ കർമ്മഭാവത്തിലാണെങ്കിലും അത് കണ്ടക ശനിയാണ്. അതുപോലെ വ്യാഴം ജന്മത്തിലാണ്. ശുഭഗ്രഹമായിട്ട് വലിയ കുഴപ്പമില്ല, എങ്കിലും പ്രശ്നമാണ്. അപ്പോൾ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എങ്കിലും ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്നൊക്കെ ധനവരവുണ്ടാവും. അതിനൊക്കെ തടസ്സങ്ങളുണ്ടാവുമെങ്കിലും ഒരു പരിധിവരെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ചെറിയ സാധ്യത ഭാഗ്യപരീക്ഷണങ്ങളിലും കാണാം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയം ആയില്യം. കർക്കിടകം രാശിക്ക് സൂര്യൻ പ്രതികൂലമായിട്ട് മാറിയിരിക്കുന്നു. ജീവിത പങ്കാളിയായിട്ട് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ചൊവ്വ താൽക്കാലികമായിട്ട് 2 ദിവസം കൂടി അനുകൂലമായിട്ട് വരും. പക്ഷേ 16-ാം തീയതി പ്രതികൂലമായിട്ട് വരും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ 2 ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇനി കുറച്ച് കാലത്തേക്ക് കർക്കിടകം രാശിക്കാർക്ക് അല്പം ദോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. ഇവർക്ക് ഈ ദിവസങ്ങളിൽ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവാം. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവാം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. കഴിവതും ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. കാരണം ഏകദേശം ഒരു 2-3 ആഴ്ച അല്പം പ്രശ്നമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഞാനും കർക്കിടക രാശി അല്ലെങ്കിലും കർക്കിടക ലഗ്നമാണ്. അപ്പോൾ കർക്കിടക രാശിക്കാർക്കും കർക്കിടക ലഗ്നക്കാർക്കും അല്പം സൂക്ഷിക്കേണ്ട കാലം വരുന്നു 16-ാം തീയതി മുതൽ. ഓക്കെ,
ഇനി ചിങ്ങം രാശി, മകം പൂരം ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്ക് സൂര്യൻ അനുകൂലമായിട്ട് മാറിയിരിക്കുന്നു, 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് മാറിയിരിക്കുന്നു. വ്യാഴം 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത് ഈ ചിങ്ങരാശിക്കാർക്ക് മകരമാസം മുഴുവൻ ഉണ്ടാവും. തൊഴിൽ നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവത്തിൽ വരും. സർവ്വവിധ സൗഭാഗ്യം ഉണ്ട്, ദൈവാധീനമുണ്ട്, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒക്കെ ഉണ്ടാവും. എങ്കിലും ഇവർക്ക് ശനി അഷ്ടമശനിയായിട്ട് തുടരുന്നു. അപ്പോൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചൊവ്വ, ശനി ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വാഴ്ച മുരുകന്, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം. ദൂരയാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തീപ്പൊള്ളൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കുക. വീഴ്ച ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൊതുവെ ശനിയും ചൊവ്വയും പ്രതികൂലമായിട്ട് നിൽക്കുന്നുണ്ട്. കഴിവതും യാത്രകൾ ഒഴിവാക്കുക. ഓക്കെ. പിന്നെ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. മോശമില്ലാത്ത രീതിയിൽ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കന്നിരാശിക്ക് ഗുണാധിക്യമാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. ഇവർക്ക് സൂര്യൻ അനുകൂലമല്ലാതായി മാറുന്നു. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലത്തിലേക്ക് മാറുന്നു. ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രം, ബുധനും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. ബാക്കി 6 ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണാധിക്യമാണ് നേടിത്തരുന്നത്. അതിൽ തന്നെ ചൊവ്വ ഈ 2 ദിവസം കൂടി അനുകൂലമായിട്ടുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കുക. ഇവർക്ക് ഈ ദിവസങ്ങളിൽ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ഒക്കെ നേട്ടമുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ സർവ്വവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം ഒക്കെ നേട്ടമുണ്ട്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തുലാം രാശിക്ക് ഗുണാധിക്യം തുടരുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ധനുമാസം കഴിയുന്നു. ഓക്കെ. അപ്പോൾ വലിയൊരു ഗുണാധിക്യമുള്ള ആ കാലഘട്ടം കഴിയുകയാണ്. എങ്കിലും ഇപ്പോഴും ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഗുണാധിക്യം തന്നെയാണ് അത് തുടരുന്നത്. തുലാം രാശിക്കാർക്ക് ഇനിയും നല്ല കാലം തന്നെയാണ്. അത്രയധികം ഇടിവെട്ട് എന്നുള്ള രീതിയിൽ വരുന്നില്ല. എന്നാൽ തന്നെയും ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നുമില്ല. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ്. 6 ഗ്രഹങ്ങൾ ഗുണാധിക്യവും തരുന്നു. അപ്പോൾ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ തന്നെയാണ് 14ഉം 15ഉം. അതിനുശേഷം നമുക്ക് പിന്നെ നോക്കാം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ്. അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് സൂര്യൻ അനുകൂലമായിട്ട് മാറുന്നു. ഓക്കെ. ശുക്രൻ അനുകൂലമായിട്ട് തുടരുന്നു. എങ്കിലും സൂര്യൻ
ഇവർക്ക് മകരമാസം മുഴുവൻ 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ മകരമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. വ്യാഴം പ്രതികൂലമാണ്, അഷ്ടമത്തിലാണ് വ്യാഴം. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇനി ധനു രാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. സൂര്യൻ പ്രതികൂലാവസ്ഥയിൽ നിന്ന് ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറുന്നു. എങ്കിലും ചൊവ്വയും ബുധനും ശനിയും ചന്ദ്രനും ഇവിടെ പ്രതികൂലമാണ്. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പറയുന്നത്. തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. തീപ്പൊള്ളം ശ്രദ്ധിക്കുക. പിന്നെ ഇവർക്ക് ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. സൂര്യൻ ജന്മത്തിലേക്ക് വന്നേക്കുന്നു. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം, കരുതിയിരിക്കുക. ചൊവ്വ പ്രതികൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടും നിയമപരമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഉയരങ്ങളിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക. വീഴ്ച പറ്റാനുള്ള സാധ്യതയുണ്ട്. തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക. യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് ധനവരമൊക്കെ ഉണ്ടാവും, എങ്കിലും അതിനൊക്കെ തടസ്സങ്ങൾ പ്രതീക്ഷിക്കുക. അതുപോലെ ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യതയൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാര്യം 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. സൂര്യൻ, വ്യാഴം, ചൊവ്വ തുടങ്ങിയ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുക. ഓക്കെ, ഇനി കുംഭൻ രാശി. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യൻ ഇവിടെ പ്രതികൂലമായിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ തന്നെ ശനിയും സർപ്പവും ഒക്കെ പ്രതികൂലമാണ്. അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പിന്നെ ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഇവർക്ക് ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ വാഹന ലാഭം ഉണ്ടാവും. പക്ഷേ ചൊവ്വ 16-ാം തീയതി മുതൽ പ്രതികൂലമായിട്ട് വരും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. പൊതുവെ കുംഭൻ രാശിക്ക് ഈ ദിവസങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി. പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ശനി, സർപ്പം ഇവ മാത്രമാണ്
ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഇവർക്ക് സൂര്യൻ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ മകരമാസം മുഴുവനുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾ, അതുപോലെ തന്നെ തീർത്ഥയാത്രകൾ ഇവയൊക്കെ നടത്താനുള്ള സമയം ഉണ്ട്. നല്ല സമയമാണ്. വാഹനം വാങ്ങിക്കാനുമൊക്കെ നല്ല സമയമാണ്. അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഇവർ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. മീനം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പൊതുവെ മീനം രാശിക്ക് നല്ല കാലമൊക്കെ വരാൻ തുടങ്ങുന്നു. ഓക്കെ, എങ്കിലും ജന്മശനി തുടരുകയാണ്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്കൊക്കെ വഴിപാട് നടത്തുക. മീനം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 14-15 തീയതികളിൽ രാവിലെ 5:17 AM മുതൽ രാവിലെ 6:05 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ് 14-15 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തം 14-ാം തീയതി ഇല്ല. 15-ാം തീയതി ഉച്ചയ്ക്ക് 12:13 PM മുതൽ ഉച്ചയ്ക്ക് 12:58 PM വരെ 15-ാം തീയതി അഭിജിത്ത് മുഹൂർത്തമാണ്. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 14-ാം തീയതി ഉച്ചയ്ക്ക് 12:35 PM മുതൽ ഉച്ചയ്ക്ക് 2:01 PM വരെയാണ് രാഹുകാലം 14-ാം തീയതി. 15-ാം തീയതി രാഹുകാലം ഉച്ചയ്ക്ക് 2:01 PM മുതൽ ഉച്ചയ്ക്ക് ശേഷം 3:27 PM വരെയാണ് 15-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 14/1/2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 4, 1, 9, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 15-ാം തീയതി 15/1/2026 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 6, 5, 1, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 14-ാം തീയതി ബുധനാഴ്ച പച്ച, 15-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.